പറഞ്ഞു വന്നത് ഇനി റമളാനാണ് വരാൻ പോകുന്നത്. എല്ലാവരും സ്വലാത്തിലും ദിക്റിലും തസ്ബീഹിലും ഇതുപോലെയുള്ള മജ്ലിസൊക്കെ നമ്മൾ റസൂലുള്ളാഹിന്റെ തൃപ്തിക്കും മഹാന്മാരിലേക്ക് അടുക്കാനും അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലെയുള്ള മജ്ലിസുകളൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടിച്ചു. ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞ് അടുത്ത ഖുത്ബിയത്ത് ചിലപ്പോ സൗകര്യപ്പെടുകയാണെങ്കിൽ ഏപ്രിലിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ മെയിൽ ഉണ്ടാവും. ഇതുപോലെയുള്ള മജ്ലിസുകളൊക്കെ വളരണം. ഞാൻ തുടക്കത്തിൽ ഇവിടെ ആകെ 100 കസാര ഇട്ടാറ്. അൽഹംദുലില്ലാഹ് ഏകദേശം 500ന്റെ അടുത്തായിക്കൊണ്ട് തുടങ്ങി. പല ഭാഗത്തു നിന്നും ഇങ്ങനെ ഒഴുകിയെത്തും. എന്തേ കാരണം? മുഹീദ്ദീൻ ശൈഖിന്റെ മജ്ലിസാണ് ഇവിടെ നടത്തുന്നത്. അവർക്കുള്ള ഹക്കറിയാതിരുന്നാൽ പിന്നെ നിനക്കുള്ള അമലിൽ എന്ത് ഫലമാ പൊന്നേ. ഖുത്ബിയത്തിനൊക്കെ കാശ് ചോദിക്കുമ്പോ കാശുണ്ടായിട്ട് മിണ്ടാതിരിക്കുന്നവരോട് താഴ്വാസാ പറഞ്ഞതാണ്, അവർക്കുള്ള ഹക്കറിയാതിരുന്നാൽ പിന്നെ നിനക്കൊക്കെ എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം മോനെ. അപ്പോ ഞാൻ പിരിക്കുന്നില്ല. ഇപ്പൊ ആരും കാശ് തരേണ്ടതല്ല. അടുത്ത ഖുത്ബിയത്ത് ഇതേപോലെ നടത്തണം. നമുക്കറിയോ ഏകദേശം 40,000 രൂപയുടെ അടുത്തുള്ള ചെലവുണ്ട്. എങ്ങനെയാണിത് നടക്കുന്നതെന്ന് റബ്ബിന് മാത്രമേ. ആ സമയമാകുമ്പോഴേക്ക് അല്ലാഹു പല ഭാഗത്തു നിന്ന് കാശ് പ്രവേശിക്കും. കടങ്ങളില്ലാതെ റാഹത്തോടു കൂടി ഇതുവരെ പോകുന്നു. അടുത്ത പ്രാവശ്യം ആരാണ് ആദ്യമായിട്ട് എൻ്റെ വക ഭക്ഷണം ഏൽക്കാൻ കഴിവുള്ളവർ? അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദാ. റഫീഖ് 10 ചോറ് അല്ലാഹു ആ 2 കൈ ഉയർത്തിയ പോലെ അവന്റെ ജീവിതവും അല്ലാഹു വളർത്തട്ടെ. ഉയർന്ന സ്ഥാനത്തേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആരാളുള്ളത്? ഉണ്ടോ? അൽഹംദുലില്ലാഹ്. നമ്മുടെ ഹംസാജി ഇന്ന് രാവിലെ ഞാൻ താടി ഒപ്പിക്കാൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി നല്ല ഹോർലിക്സ് ഒക്കെ തന്ന് സ്വീകരിച്ചതാണ്. ചെറുപ്പം മുതലേ ഉപ്പയായിട്ടൊക്കെ ബന്ധമുള്ള കുടുംബമാണ്. അവരുടെ ഭാര്യയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു എല്ലാ രോഗങ്ങൾക്കും ആ ശരീരത്തെ അല്ലാഹു കാക്കട്ടെ. മക്കളൊക്കെ വിദേശത്താണ്. അല്ലാഹു റാഹത്തുള്ള വരുമാനത്തിന്റെ വഴികളൊക്കെ അല്ലാഹു തുറന്നിട്ട് കൊടുക്കട്ടെ. കണ്ണൂരിൽ നിന്ന് ഈ ഉമ്മ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഭർത്താവും ഉണ്ടാവും. എന്നെ യൂട്യൂബിൽ കണ്ടിട്ടുള്ള പരിചയം. ഇവിടെ വരണം തോന്നി. അങ്ങനെ വന്നു നോക്കുമ്പോഴാണ് അവരുടെ പ്രയാസങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന. റബ്ബേ, 19 വയസ്സുള്ള മകൻ ഇന്ന് ഖബറിലാണ് കിടക്കുന്നത്. ആ മകന്റെ മുഖമൊന്ന് കാണാൻ ഇനി ആ ഉമ്മാക്ക് ഭാഗ്യമില്ല. അവരുടെ മകളുടെ മകനും ഇന്ന് ഖബറിലാണ്. അവരുടെ പ്രയാസങ്ങളൊക്കെ ഇന്നത്തോടുകൂടി നീ മാറി പുതിയ ജീവിതം തുറക്കണേ റഹ്മാനേ. ആരെങ്കിലും ഉണ്ടോ അവിടെ? ആണുങ്ങള് അല്ലാഹു ആ ശരീരത്തിലെ രോഗങ്ങളൊക്കെ മാറ്റി റാഹത്തുള്ള ജീവിതമൊക്കെ തരട്ടെ. ഇവിടെ വരുമ്പോ കിടന്നിട്ട് ഇങ്ങനെ ഉരുളുകയായിരുന്നു ഈ ഉമ്മ. എന്നെ കാണാൻ വരുമ്പോ ആദ്യം കടുങ്ങവരുത്ത് എന്നെ കാണുമ്പോഴേക്ക് ഇങ്ങനെ കിടന്ന് ഉരുളും. ഒരു ഖുത്ബിയത്തിന്റെ മുഹീദ്ദീൻ ശൈഖിന്റെ പേരങ്ങ് വിളിക്കുമ്പോഴേക്ക് കിടന്ന് ഉരുളുന്ന ഉമ്മയാണ്. ആ ഉമ്മയാണ് ഇത്രയും ആളുകളുടെ മുമ്പിൽ നല്ല ഇസ്സത്തോടു കൂടി നിലനിന്നത്. അത് മുറുകെ പിടിച്ചതിന്റെ ഫലമാണ്. അത് മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഷറഫു എത്ര വിവരിച്ചാലും മതിവരാത്തൊരു പേരാണ് ഷറഫു. ആ ഷറഫാക്കപ്പെട്ട ശരീരം നരകത്തെ തൊട്ട് ഹറാമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർ,
ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം ഹൃദയം പിടയ്ക്കുന്നുണ്ടാകുന്നറിയോ? ഇവിടെ വന്ന് കൂടി മജ്ലിസിനെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നല്ല മക്കളൊക്കെ കൊടുക്കട്ടെ. ആരാളുള്ളത്? എത്ര 10 20 5 ചോറ് ഇവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ദറജ അല്ലാഹു ഉയർത്തണേ റഹ്മാനേ. ഒരുപാട് ആത്മബന്ധമുള്ളവരാണ് ഞങ്ങളൊക്കെ. സ്വർഗത്തിലും ഒരുമിച്ച് കിടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവരൊക്കെ ആദ്യമായിട്ട് ഇപ്പൊ വരുന്നവരാണ്. മുമ്പ് പ്രാവശ്യം വന്നിട്ടല്ലേ എല്ലായിടത്തൊക്കെ. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റിട്ട് കൊടുക്കട്ടെ. ബക്കറ്റൊക്കെ വരുമ്പോ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്കൊക്കെ അറിയാലോ 40,000 രൂപ അടുത്ത് ചെലവുണ്ട്. കടം വന്നാൽ ലൈറ്റുകൾ എണ്ണം കുറയും. കടം വന്നാൽ ലൈറ്റുകളുടെ എണ്ണം കുറയും. നമുക്കിവിടെ പ്രകാശിപ്പിക്കേണ്ടതാണ്. നമ്മുടെ നാട് അതിന് പറ്റിയ നാടാണ്. അല്ലാഹു ഒരുപാട് ആളുകൾക്ക് ആശ്രയ കേന്ദ്രമാക്കി മജ്ലിസിനെ അല്ലാഹു മാറ്റട്ടെ. എന്നെക്കൊണ്ട് ഈ നാട്ടുകാർക്ക് ഒരു പ്രയാസവും വരാത്ത രൂപത്തിൽ അല്ലാഹു നീ ഞങ്ങളെ കാക്കണേ റഹ്മാനേ. എന്നെക്കൊണ്ടോ എന്റെ സ്റ്റാഫുകളെ കൊണ്ടോ ഒരാൾക്കും ശല്യമില്ലാത്ത രൂപത്തിൽ അല്ലാഹു നീ കാക്കണേ റഹ്മാനേ. എന്റെ ഈ മജ്ലിസുകാർ, നമ്മുടെ ഈ മജ്ലിസുകാർ, നമുക്ക് ഇവിടെ പരിസരത്തുള്ള ഒരുപാട് ഉസ്താദ്മാരുണ്ട്, തങ്ങന്മാരുണ്ട്. റബ്ബേ, അവരുടെ മനസ്സിൽ ഒരു വേദന പോലും ഈ മജ്ലിസ് കാരണം നീ വരുത്തല്ലേ റഹ്മാനേ. ഹക്കടപാട് ഒക്കെ വീട്ടിൽ കൊള്ളണം. ഒരുപാട് ആളുകൾക്ക് മുമ്പ് ഏറ്റവരൊക്കെ ഹക്കടപാട് ഒക്കെ റമളാന്റെ മുമ്പൊക്കെ തീർക്കുക. റമളാനാണ് വരാൻ തോന്നി. ഇപ്പൊ ഏറ്റതല്ല ഞാൻ പറയണത്. മുമ്പ് ഏറ്റവരൊക്കെ റമളാന്റെ മുമ്പൊക്കെ കൊടുത്ത് വീട്ടിൽ കൊള്ളണം. ആരും ബാധ്യതയായിട്ട് റമളാനിലേക്ക് പ്രവേശിക്കരുത്. അല്ലാഹ് നമ്മുടെ പള്ളിയിലത്തെ ഉസ്താദാ. ഞാൻ വിളിക്കുമ്പോഴേക്ക് ഇവിടെ ഓടി വരുന്ന ഉസ്താദാണ്. ഈ ഉസ്താദിനെ നോക്കുന്ന, ആ കുടുംബത്തെ നോക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പെണ്ണിനെ നമുക്ക് കൊടുക്കട്ടെ. ഉസ്താദിനെ പെണ്ണ് നോക്കണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നല്ല എണ്ണി കൊടുത്തു. ചോറ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും. ബഷീർക്ക് ഇവിടെ ഉണ്ടോ? എല്ലാവരും അവിടെ തന്നെ ഇരുന്നോളിട്ടോ. ഭക്ഷണം അവിടെ ഇരുന്നോളിട്ടോ. ആരും നീക്കണ്ട. പെണ്ണുങ്ങളുടെ സൈഡിലേക്ക് പെണ്ണുങ്ങളുടെ സൈഡിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي